ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ഒരു വ്യക്തി ഇപ്പം എൻ്റെ മുമ്പിലിരിക്കുന്നുണ്ട്. പേരിൽ നിന്ന് തന്നെ തുടങ്ങാം. അനൂപ് മേനൻ. ഒരു ആക്ടറാണ്, ഒരു തിരക്കഥാകൃത്താണ്, അതുപോലെ ഒരു ലിറിസിസ്റ്റാണ്. ഇപ്പോൾ ഇതാ ഡയറക്ടറായിട്ടാണ് കേട്ടോ എൻ്റെ മുമ്പിലിരിക്കണേ. ഒരുപാട് സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു അനൂപ് മേനൻ. നമസ്കാരം. നമസ്കാരം. വെൽക്കം ടു സൺഡേ ഫൺ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. എത്ര നാളായി കണ്ടിട്ട്? ഒരുപാട് കാലം. ഞാൻ ഇപ്പം വന്നാൽ പറഞ്ഞേ ഉള്ളൂ, നമ്മൾ കണ്ട കാലം ഏതാണെന്ന് ഓർമ്മയില്ല. പക്ഷെ ഇടയ്ക്ക് നമ്മൾ മെസ്സേജ് അയക്കാറുണ്ട്, വിശേഷങ്ങൾ അറിയാറുണ്ട്. And I'm so happy. I'm also happy. ഒരു ഡയറക്ടർ ആയിട്ടാണ് ഞാനിപ്പോൾ അനുവേട്ടനെ കാണുന്നത്. എൻ്റെ ദൈവമേ. ആ ഒരു പാത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? മുമ്പേ തന്നെ അനുപേട്ടൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നോ ഞാൻ ഡയറക്ടർ ആവും എന്നുള്ളത്? അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ? അതിൻ്റെ പറ്റിയുള്ള ബാക്ക് സ്റ്റോറീസ് എനിക്കറിയണം. അങ്ങനെ ഞാൻ ഡയറക്ടർ ആവുമെന്ന് തീരുമാനിച്ചാൽ ആവാൻ പറ്റുന്ന ഒരു സിംഹാസനമല്ലല്ലോ രചനയ്ക്ക് വന്നിട്ട്. അതെ, ഞാൻ വളരെ അവിചാരിതമായി ഡയറക്ടറായി പോയതാണ്. അതായത് ഈ സിനിമ കിങ് ഫിഷ് എന്നുള്ള പടം ശരിക്കും VKP ഡയറക്റ്റ് ചെയ്യാനിരുന്ന പടമാണ്. VKP ഞാനുമായിട്ട് ഒരുപാട് കാലത്തിന് ശേഷം ഒരുമിക്കുന്നൊരു സിനിമയായിരുന്നു അത്. പക്ഷേ ആ സമയത്താണ് VKPക്ക് നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു സീരീസ് വന്നത്. അപ്പം എൻ്റെ ഡേറ്റ്സും എല്ലാം വെച്ച് നോക്കുമ്പം എനിക്ക് ഈ സമയത്ത് ഈ സിനിമ ചെയ്യാൻ പറ്റുള്ളൂമായിരുന്നു. അപ്പം VKP പറഞ്ഞു, നീ യു ഗോ ഹെഡ് വിത്ത് ദിസ് ഫിലിം. അപ്പം ഞാനത് വേറെ ആരെങ്കിലും വെച്ച് ചെയ്യാം എന്നുള്ളതായി. അപ്പോൾ 2 ആഴ്ച ഉണ്ടായിരുന്നുള്ളൂ ഷൂട്ട് തുടങ്ങാൻ, 2-3 ആഴ്ച ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് VKPക്ക് ഇത് അവരുടെ ഷെഡ്യൂൾ മാറിപ്പോയതാണ്. VKP നേരത്തെ കമ്മിറ്റ് ചെയ്ത് പോയ ഒരു നെറ്റ്ഫ്ലിക്സിൻ്റെ ഷോയുടെ ഡേറ്റ് മാറിപ്പോയതാണ്. സോ ദെൻ നമ്മൾ ഒരുപാട് പേര് ആലോചിച്ചു. രഞ്ജേട്ടനാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു റോള് ചെയ്യുന്നതാണ്, നായകൻ എന്ന് പറയാവുന്ന. അപ്പോൾ രഞ്ജേട്ടനെ വിളിച്ച് ഞാൻ പറഞ്ഞു, രഞ്ജേട്ടൻ ഞാൻ ഇങ്ങനെ VKP മാറി വേറൊരു ഡയറക്ടറെ ഞാൻ നോക്കുകയാണ്, പലരെയും വിളിച്ചിട്ടുണ്ട്. രഞ്ജേട്ടൻ പറഞ്ഞു, നീ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ സിനിമ ചെയ്യും, അല്ലെങ്കിൽ നമുക്കിത് ഇടപെടാം. ഞാൻ കൊടുക്കില്ലേ, കാര്യം എനിക്ക് ഈ ക്യാരക്ടർ രഞ്ജേട്ടനല്ലാതെ മലയാള സിനിമയിൽ എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല എന്നതാണ് സത്യം. നമ്മൾ ഭംഗി വാക്കിന് പറയും എനിക്ക് ഇദ്ദേഹത്തെ അല്ലാതെ വേറൊരാൾ, അതല്ല, നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. എനിക്ക് ഇന്നും ഈ സിനിമ കഴിഞ്ഞിട്ടും എനിക്ക് വേറൊരു ഓപ്ഷൻ ചിന്തിക്കാൻ പറ്റുന്നില്ല. എന്നോട് രഞ്ജേട്ടൻ ഷൂട്ടിൻ്റെ ഇടയ്ക്ക് എപ്പോഴോ ഞങ്ങൾ ഈ വളരെ ഒരു ഫൺ റൈഡായിരുന്നു ആ ഷൂട്ട് മുഴുവൻ. അപ്പം അതിനിടയ്ക്ക് എപ്പോഴോ എൻ്റെ മുറിയിൽ രഞ്ജേട്ടൻ ഇരിക്കുകയാണ്. സമയത്ത് രഞ്ജേട്ടൻ ഇങ്ങനെ കുറേ നേരം ചോദിച്ചു, എടാ നീ ഞാനിത് ചെയ്തില്ലായിരുന്നെങ്കിൽ നീ ആരെ കാസ്റ്റ് ചെയ്താനേ? ഞാൻ നോ രക്ഷ, പടം ചെയ്യില്ല, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്കത്. കാരണം ഒന്ന്, ഒരു ബ്രില്യൻ്റ് ആക്ടർ ആവശ്യമുള്ള ഒരു റോളാണത്. രണ്ടാമത്തെ കാര്യം, നമുക്ക് സപ്ലാൻറ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ള ആക്ടേഴ്സ് നമുക്കില്ല എന്നതുമാണ്. വി ഡോണ്ട് ഹാവ് സച്ച് ആക്ടേഴ്സ് വിത്ത് അസ് ടുഡേ. ആ ഒരു ഏജിൽ, ആ ഒരു ഗ്രേസിൽ ദശരഥ വർമ്മ എന്ന ക്യാരക്ടറിനെ ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ആക്ടേഴ്സ് നമുക്കില്ല. അപ്പോൾ ഇതിൽ അനൂപേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ പേരെന്താ? എൻ്റെ പേര് ഭാസ്കര വർമ്മ എന്നാണ്, ഭാസി എന്ന് വിളിക്കുന്ന ഭാസ്കര വർമ്മ എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. നമുക്കെല്ലാവർക്കും ഒരു നമ്മുടെ ടീനേജിൽ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും, ആൺകുട്ടികൾക്കാണെങ്കിൽ അച്ഛനല്ലാതെ ഒരു ഹീറോ ഉണ്ടാവും. ഒന്നിൽ ചിലപ്പോൾ അത് കൊച്ചച്ഛനായിരിക്കാം, അമ്മാവനായിരിക്കാം, ഏട്ടനായിരിക്കാം. അപ്പം അങ്ങനെ ഒരാളാണ്, അങ്ങനെ ഒരു റിലേഷനാണ് ഇവർ തമ്മിലുള്ളത്. അപ്പം നമ്മൾ അധികം എക്സ്പ്ലോർ ചെയ്യാത്ത, എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു റിലേഷനാണ് ഇങ്ങനെ ഒരു റിലേഷൻ. നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇപ്പം പെൺകുട്ടികൾക്കും ഉണ്ടാവും അല്ലേ, ഒരു ചിലപ്പോൾ ആൻറ്റി ആയിരിക്കാം, ചെറിയമ്മയാവാം, ചേച്ചിയാവാം, അവരായിരിക്കും എല്ലാം എന്ന് പറയുന്നത്. അങ്ങനെ റിലേഷൻ നമ്മൾ മലയാള സിനിമയിൽ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അതായിരുന്നു ഇതിലൊരു ത്രില്ല്. അങ്ങനത്തെ റിലേഷൻ നമ്മൾ എങ്ങനെ ഹൗ ടു ഗോ അബൌട്ട് ഇറ്റ് എന്നുള്ളതായിരുന്നു കിങ് ഫിഷിൻ്റെ ഒരു ലെയർ എന്ന് പറയുന്നത്. അതാണ് കിങ് ഫിഷ് എന്നുള്ള പേരപ്പം എങ്ങനെ വന്നു? അത് പറഞ്ഞാൽ ഈ സിനിമ എന്തിനാണോ നിലകൊള്ളുന്നത്, അല്ലെങ്കിൽ ഈ സിനിമ കാണാൻ പോകുന്ന ആൾക്കാരെ ബിട്രേ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. അതാണ് അതിലൊരു വൈ കിങ് ഫിഷ്, ആ പേര് എന്ന് പറയുന്നത് തന്നെയാണ് ഈ സിനിമയുടെ കഥാതന്തു എന്ന് പറയുന്നത്. അല്ല, ശരിക്കും മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ നെയ്മി എന്നൊക്കെയാണല്ലോ പറയാ. അധികം പറയാൻ താല്പര്യമില്ല കേട്ടോ. നെയ്മീനാണത്. ഓക്കെ, ഞാൻ അത് കൂടുതൽ ചോദിച്ച് ബുദ്ധിമുട്ടിപ്പിക്കില്ല. ബാക്കിയുള്ള കാസ്റ്റ് ആൻഡ് ക്രൂവിനെ പറ്റിയിട്ട് ഇതിൽ ഒരുപാട്, ഒന്ന് ക്രൂ, എൻ്റെ കൂടെയുള്ള ക്രൂ മുഴുവൻ പുതിയ ആൾക്കാരായിരുന്നു. ഇപ്പം ഒരു പുതുമുഖ സംവിധായകനായിരുന്നു ഞാൻ. സാധാരണ ഒരു പുതുമുഖ സംവിധായകൻ വരുമ്പോൾ
ആദ്യം നോക്കുക ഒരു സൂപ്പർ സ്റ്റാർ ആയിരിക്കണം, ഇതിനെ ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്റ്റാർ അതെനിക്കുണ്ടായില്ല. 2 ടെക്നിക്കൽ ക്രൂ കുറച്ച് നല്ല പരിചയസമ്പന്നരായിട്ടുള്ള ആൾക്കാരായിരിക്കണം. ഇതിലാരും തന്നെ പരിചയസമ്പന്നരല്ല. അപ്പൊ അതിന്റെ ഒരു ഫ്രഷ്നെസ്സും അനുഭവത്തിന് തോന്നിയിട്ടുണ്ടാവില്ലേ? ഷൂട്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഷൂട്ട് ചെയ്യുമ്പം ഈ പറഞ്ഞ പോലെ എല്ലാ കുട്ടികൾക്കും ദേ വോണ്ട് ടു പ്രൂവ് ദംസെൽസ്. അപ്പോൾ അവരുടെ ഒരു ബെസ്റ്റ് ഓഫ് ദെയർ തിങ് അവർ കൊണ്ടുവന്നു. പിന്നെ അവർക്കറിയാം, അവർക്ക് they were all bothered and also they were appreciable of the fact that വേറെ ആരും ഇതിലില്ല നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ. വി ഡോണ്ട് ഹാവ് എ ബിഗ് സ്റ്റാർ കാസ്റ്റ്. നമ്മളൊരു കൊച്ചു പടമാണ്. കൊച്ചു പടം എന്ന് വെച്ചാൽ പടം ചിലപ്പം ഇറ്റ് മൈറ്റ് ബി എടുത്തു വരുമ്പോഴൊക്കെ ഒരു കുറച്ചുകൂടെ വലുതാവുമായിരിക്കും. പക്ഷേ ഞങ്ങളുടെ ബഡ്ജറ്റായാലും ഞങ്ങൾക്ക് കിട്ടുന്ന സ്റ്റാർസ് ആയാലും ഒക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ അഭിനയിച്ച കുട്ടികൾ, ദുർഗയാണ് ഇതിൽ ഒരു നായിക. ദുർഗയുണ്ട്. ദിവ്യ പിള്ള എന്ന് പറഞ്ഞിട്ട് ദുബായിലുള്ള അവളാണ് മറ്റൊരു ആർട്ടിസ്റ്റ്. നിസ, അവളും പുതിയതാണ്. നിസ എൻ്റെ കൂടെ മെഴുതിരിയ താഴങ്ങളിൽ ഒരു നല്ല ക്യാരക്ടർ ചെയ്ത തുളസി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത നിസ. ദെൻ നിരഞ്ജന പ്രോബബ്ലി ഐ തിങ്ക് I would like to believe that this is Niranjana's best film till date. ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു ഇപ്പോൾ രഞ്ജിത്ത് സാറിന്റെ ക്യാരക്ടർ. അത് ലൈറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ അല്ല, അദ്ദേഹം അത് പ്ലേ ചെയ്തിരിക്കുന്ന ലൈറ്റ് ആയിട്ടാണ്. അതാണ് അത് അദ്ദേഹം അത് സമീപിച്ചിരിക്കുന്ന രീതിയാണ്. ദാറ്റ് ഇസ് ദ ഓൺലി തിങ്. എനിക്കറിയാവുന്ന ഒരാളുണ്ട്. ആ ആളെ എങ്ങനെ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരാമെന്നാണ്. അതായിരുന്നു ചാലഞ്ച്. ഉള്ളിലുള്ള രഞ്ജിത്ത് സാർ എങ്ങനെയാണെന്ന്. അപ്പോ ദ റിയൽ അനൂപ് മേനോനാണോ ഈ ഭാസ്കര വർമ്മയായിട്ടുള്ളത്? ഇല്ല, റിയൽ അനൂപ് മേനോനല്ല. ഭാസ്കര വർമ്മ ഒരുപാട് കോംപ്ലക്സിറ്റീസ് ഉള്ള, ഒരുപാട് ഗ്രേ ഷെയ്ഡ്സ് ഉള്ളൊരു ക്യാരക്ടറാണ്. അയാളൊരു സർവ്വഗുണസമ്പന്നനായ നായകനല്ല. അയാൾക്ക് ഒരുപാട് ഗ്രേ ഷെയ്ഡ്സ് ഉണ്ട്. അയാൾക്ക് ഒരുപാട് ഫോൾസ് ഉണ്ട്. അയാളൊരു ഫ്ലോഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വലാണ് പല അർത്ഥത്തിലും. എനിക്കിപ്പം പറയാൻ പറ്റും. എല്ലാത്തിനും ഒരു സ്ഥലത്തെത്തുമ്പോ ഇങ്ങനെ ഒരു ബ്രേക്ക് ഉണ്ട്. അല്ല, എനിക്ക് അറിഞ്ഞൂടാ അങ്ങനെ പറയാമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ദിസ് ഇസ് സോ ക്ലോസ് ടു മീ. സോ അങ്ങനെ പറഞ്ഞാൽ കൂടി പോവോ, അല്ലെങ്കിൽ പറഞ്ഞിട്ട് ഭയങ്കര സംഭവം അങ്ങനെ ഒരു കൊച്ചു സിനിമയാണ്.